സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് ഫലം പ്രസിദ്ധീകരിച്ചു. പ്രവേശനം ജൂൺ 29 മുതൽ ആരംഭിക്കും. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പ്രവേശനം ഉറപ്പാക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ +1 പ്രവേശനത്തിന്റെ മുഖ്യഘട്ടത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് ഫലം പ്രസിദ്ധീകരിച്ചു. ഫലം സർക്കാർ ഹയർ സെക്കൻഡറി വെബ്സൈറ്റിന്റെ കാൻഡിഡേറ്റ് ലോഗിനിലുള്ള തേർഡ് അലോട്ട് റിസൾട്ട്സ് ലിങ്കിലൂടെ പരിശോധിക്കാം. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ജൂൺ 29 രാവിലെ 11 മണി മുതൽ പ്രവേശനം നേടാം. പ്രവേശന നടപടികൾ ജൂലൈ 3 വൈകിട്ട് 5 മണിയോടെ അവസാനിക്കും. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. 1-2 അലോട്ട്മെന്റുകളിൽ താൽക്കാലിക പ്രവേശനം നേടിയവർക്ക് ഈ ഘട്ടത്തിൽ ഉയർന്ന ഓപ്ഷൻ ലഭിച്ചില്ലെങ്കിൽ പുതിയ അലോട്ട്മെന്റ് ലെറ്റർ ആവശ്യമില്ല. എന്നാൽ താൽക്കാലിക പ്രവേശനത്തിലുള്ളവർക്ക് ഇനി ഹയർ ഓപ്ഷൻ നിലനിർത്താൻ അവസരമുണ്ടാകില്ല. അതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം ഉറപ്പാക്കണം. അലോട്ട്മെന്റ് ലെറ്ററിൽ രേഖപ്പെടുത്തിയ ഫീസ് മാത്രമേ അടയ്ക്കേണ്ടതുള്ളൂ. വിദ്യാർത്ഥികൾ അപേക്ഷിച്ച സ്കൂളുകളിലെ കാറ്റഗറി അടിസ്ഥാനത്തിലുള്ള അവസാന റാങ്ക് വിവരങ്ങളും പരിശോധിക്കാം. അസൽ സർട്ടിഫിക്കറ്റുകൾ, വിടുതൽ സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്നിവ പ്രവേശന സമയത്ത് നിർബന്ധമായും ഹാജരാക്കണം. ചില സർട്ടിഫിക്കറ്റുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ സമയം അനുവദിക്കുമെന്നും സമർപ്പിക്കുന്ന പകർപ്പുകളുടെ സാധ്യത സ്കൂൾ അധികൃതർ ഓൺലൈനായി പരിശോധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. മൂന്നാം അലോട്ട്മെന്റിനൊപ്പം വിവിധ കോട്ടകളിലെ പ്രവേശനങ്ങൾ നടക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം.